ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ നമ്മളുടെ ക്ലാസ്സുകളുടെയൊക്കെ തുടർച്ചയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ചെറിയ ഔട്ട്ലൈൻ തരാനായിട്ടാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയം നോർമൻ കോൺക്വസ്റ്റിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ ബ്രിട്ടനിലേക്ക് നോർമൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയും പിന്നീട് അവരവിടെ സെറ്റിലേഴ്സായി മാറുകയും ചെയ്തതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് വില്യം ഫസ്റ്റ് അഥവാ വില്യം കോൺക്കറർ എന്നറിയപ്പെടുന്ന വ്യക്തി ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യവും അതിനെ തുടർന്ന് ഇംഗ്ലണ്ടിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ ചർച്ച ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് കണ്ടിരുന്നു. ഒന്ന് നോർമൻ ഫ്യൂഡലിസം എന്ന് പറയുന്നതും മറ്റൊന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നു. നോർമൻ കോൺക്വസ്റ്റിനെ തുടർന്ന് ഇംഗ്ലണ്ടിൽ സംഭവിച്ച ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറാണ് നമ്മളുടെ ടോപ്പിക്. നമ്മൾ ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെങ്കിലും നമ്മളുടെ ബേസിക് ടോപ്പിക്ക് നിൽക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ തുടക്കമിട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് പല പുസ്തകങ്ങളിൽ ഉള്ള പരാമർശങ്ങളെക്കുറിച്ചും അതിനുശേഷം നോർമൻ കോൺക്വസ്റ്റിനെ തുടർന്ന് ഫ്യൂഡലിസം എന്ന് പറയുന്ന പുതിയൊരു ആശയം അപ്പോഴാണ് അവിടെ ഉടലെടുത്തത് എന്നുള്ളത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിലൊക്കെ നമുക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഫ്യൂഡലിസം ഒരു പരിധിവരെ ഇംഗ്ലണ്ടിൻ്റെ ജീവിത രീതിയുടെ ഭാഗം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ഫ്യൂഡലിസത്തെ വളർത്തിയെടുത്തത് അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഫ്യൂഡലിസം ആക്കി തീർത്തത് ഒരു പക്ഷേ വില്യം കോൺക്കററിൻ്റെ കാലഘട്ടത്തിലൂടെ ആയിരിക്കാം. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ഡോക്യുമെൻ്റൽ എവിഡൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചില പുസ്തകങ്ങളിൽ നിന്നുള്ള പരാമർശങ്ങളിൽ നിന്ന് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആരെ കൊണ്ട് സാധിച്ചു? ഈ പറയുന്ന നോർമൻസിന് ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് വില്യം കോൺക്കറർ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ കിങ് ആയിരിക്കുന്നതോടൊപ്പം ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കൂടി ഹെഡായിട്ട് മാറുന്ന ഒരു അൾട്ടിമേറ്റ് ആയി മാറുന്ന അവസ്ഥ ഇംഗ്ലണ്ടിൽ ഉണ്ടാവുന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ഫ്യൂഡലിസവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൻ്റെ പേര് ഓത്ത് ഓഫ് സാലിസ്ബറി എന്നാണ്. വാട്ട് ഈസ് മീൻ ബൈ ഓത്ത്? ഓത്ത് എന്താ? നമ്മൾ ഒരുപാട് തവണ നടത്തുന്ന കാര്യമാണല്ലോ. കോളേജ് എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഇല്ലെങ്കിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓത്ത് എന്ന് പറയുന്നത് പ്രതിജ്ഞ അല്ലെങ്കിൽ സത്യം ചെയ്യൽ എന്നാണ് അർത്ഥം. അപ്പം എന്താണ് ഓത്ത് ഓഫ് സാലിസ്ബറി? സാലിസ്ബറി ഒരാളാണോ? അല്ല. പലപ്പോഴും പരീക്ഷാ പേപ്പറിൽ ഇതൊന്നും അറിയാണ്ട് പഠിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഒന്നിനെക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത ചില കുട്ടികൾ എഴുതി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓത്ത് ഓഫ് സാലിസ്ബറി. He is a great warrior and administrator of England, and he fought a lot of wars for England and win it എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് എഴുതും. അവർക്കറിയാം എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. എന്നാൽ അങ്ങനെ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയും? ചിലപ്പോൾ എങ്ങാനും വായിച്ചു നോക്കാണ്ട് അധ്യാപകർ മാർക്ക് ഇട്ടാലോ. ഇത്രയും എഴുതിയിട്ടുള്ള കുട്ടിക്ക്
ഒരു മാർക്കെങ്കിലും കൊടുക്കാണ്ട് പോകണത് ശരിയല്ല. കെട്ടുകെട്ട് ഒരു മാർക്ക്. പൊന്നുമക്കളെ വിചാരിക്കില്ല അങ്ങനെ. നിങ്ങൾക്ക് ഉത്തരം എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ അതിന് മാർക്കിട്ടത് അനുവദിക്കുകയുള്ളൂ. പിന്നെ മാർക്കിട്ട് തരും. എപ്പോഴാണെന്നറിയോ? സപ്പോസ് നിങ്ങൾ ജയിക്കില്ല എന്നൊക്കെ തോന്നുന്ന അവസരങ്ങളിൽ എവിടെയെങ്കിലും അരമാർക്കോ ഒരു മാർക്കോ ഒക്കെ ഇടാനുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അത് പരിഗണിക്കും. അല്ലാതെ ഇത് വായിച്ച് നോക്കാതെ ഹിസ്റ്ററിക്ക് മാർക്കിട്ട് തരും എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓത്ത് ഓഫ് സാലിസ്ബറി എന്ന് പറഞ്ഞാൽ, സാലിസ്ബറി എന്ന് പറയുന്ന കൗണ്ടിയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. എന്താണ് സത്യപ്രതിജ്ഞ, എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഓത്ത് ഓഫ് സാലിസ്ബറിയെ ചരിത്രരേഖയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് കാരണം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ ഒരു സത്യം ചെയ്തു മേടിക്കേണ്ട സാഹചര്യം ഇംഗ്ലണ്ടിലുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്യൂഡലിസത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്താണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ ക്രിയേറ്റ് ചെയ്യുന്നത് വില്യം ഫസ്റ്റ് അഥവാ വില്യം ദ കോൺകറർ എന്ന് പറയുന്ന രാജാവ് തന്നെയാണ്. നോർമൻ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ ഭരിച്ച രാജാവ്. മറ്റൊരു പ്രത്യേകത, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട വർഷമാണ് 1086. 1086 ഓത്ത് ഓഫ് സാലിസ്ബറി നടപ്പിലാക്കി. എല്ലാവരെ കൊണ്ടും സത്യം ചെയ്യിപ്പിച്ചു. ആരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, എന്തിനു സത്യം ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഞാൻ പറയാം. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, 1086 ഓത്ത് ഓഫ് സാലിസ്ബറി വില്യം ഫസ്റ്റ് നടപ്പിലാക്കി. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുണ്ട്, വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. തൻ്റെ കീഴിലുള്ള ലാൻഡ് ലോർഡ്സ് അല്ലെങ്കിൽ ഡ്യൂക്ക്, ഏള്, ആരായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, അവരൊക്കെ ആയുഷ്കാലം തൻ്റെ കീഴിൽ തന്നെ നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് ഓത്ത് ഓഫ് സാലിസ്ബറിക്ക് കാരണമായി തീർന്നു. രണ്ടാമത്തെ ഒരു ഐറ്റം ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ഡോംസ് ഡേ ബുക്ക്. ഡോംസ് ഡേ ബുക്ക് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്, ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തതാണ്. പെനാൽറ്റീസും ഡ്യൂസും അടക്കമുള്ള രാജാവിന് ലഭിക്കേണ്ടതായിട്ടുള്ള ടാക്സിന്റെ കണക്ക് രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഡോംസ് ഡേ ബുക്ക്. ഒരുപക്ഷെ ആദ്യമായിട്ടൊരു രാജാവ് തനിക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ടാക്സിൻ്റെ കണക്കെഴുതി എത്ര കൗണ്ടികളായിട്ട് അല്ലെങ്കിൽ എത്ര റീജിയനായിട്ട് തൻ്റെ കൺട്രിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 13,418. ഇത്രയും കൃത്യമായിട്ടുള്ളൊരു കണക്ക് 13,418 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് ഈ കണക്കിനെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചതാണ് ഡോംസ് ഡേ ബുക്ക്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ ആൾക്ക് പോലും കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ടാവില്ലായിരുന്നു. എത്ര റീജിയൻ നമ്മുടെ കീഴിലുണ്ട്, എൻ്റെ കീഴിൽ എത്ര ലാൻഡ് ലോർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടെനന്റ് ഇൻ ചീഫ്. ലാൻഡ് ലോർഡ്സ് എന്നുള്ള പദമല്ല കൂടുതലായിട്ട് ഉപയോഗിച്ചത്, ടെനന്റ് ഇൻ ചീഫ്. നമ്മൾ പറഞ്ഞു ടെനന്റ് ഇൻ ചീഫിന് കൊടുത്താലും ആ ടെനന്റ് ഇൻ ചീഫ് അതിനെ സബ് ഡിവൈഡ് ചെയ്ത് സബ് ടെനൻസിനെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടം വരെയുള്ളൊരു കണക്ക് വില്യമിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എബിലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ വീതിച്ചങ്ങോട്ട് കൊടുത്തിട്ട് അവരേതെങ്കിലും കാലത്ത് ടാക്സ് അടയ്ക്കട്ടെ എന്നും വിചാരിച്ച് മാനത്ത് നോക്കിയിരിക്കുകയല്ല വില്യം കൃത്യമായിട്ട് ഓരോരുത്തരും എത്ര എനിക്ക് അടച്ചു, ഇനി എത്ര അടയ്ക്കാൻ ബാക്കിയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ അപ് ടു ഡേറ്റ് ആക്കി പോവാണ്. ഒന്നും നീക്കി വെക്കാനില്ല. ഇന്നത്തെ കാര്യം ഇന്നറിഞ്ഞിരിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യത എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഹീസ് കൺസിഡേർഡ് ടു ബി ദ വൈസ് കിങ് എമംഗ് ദി നോർമൻസ്. നോർമൻസിനിടയിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള അല്ലെങ്കിൽ
ഏറ്റവും സൂത്രശാലിയായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററായിട്ട്, കിങ്ങായിട്ട് വില്യം ദ കോൺകറർ മാറാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. അപ്പോൾ ഈ ചരിത്രരേഖയിലെ ഈ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ഏൾ ആൻഡ് ഏൾഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി നമുക്ക് കാണാനായിട്ടുണ്ട്. കാരണം അത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നോർമൻസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ദി ഓത്ത് ഓഫ് സാലിസ്ബറി refers to an event in 1086 Christian era when William first summoned his tenant-in-chief and land-owning man to Old Sarum. ഓൾഡ് സാരം എന്നുള്ള പേരാണ് സാലിസ്ബറി എന്ന പുതിയ കൗണ്ടി നെയിമായിട്ട് മാറുന്നത്. ഓൾഡ് സാരം എന്നാണ് ശരിക്കും അതിൻ്റെ പേര്. അപ്പോൾ ഓൾഡ് സാരം എന്ന് പറയുന്ന സാലിസ്ബറിയിൽ വില്യം കോൺകററിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ടെനന്റ് ഇൻ ചീഫുമാരുടെ ഒരു യോഗം നടക്കുന്നു 1086. Were they swore allegiance to him. അവിടെ വെച്ച് അവർ സത്യം ചെയ്യണം, ഞങ്ങൾ എല്ലാ കാലത്തും കിങ്ങിന് വിധേയരായിരിക്കും. രാജാവ് പറയുന്നതിൽ നിന്ന് വിട്ട് ഒരടി ഞങ്ങൾ മുന്നോട്ട് നീങ്ങില്ല എന്ന് സത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെനന്റ് ഇൻ ചീഫ്മാരുടെ യോഗം. അപ്പോൾ ഈ ടെനന്റ് ഇൻ ചീഫ്മാർ മാറി ചിന്തിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നാനുണ്ടായ സാഹചര്യം അദ്ദേഹം മുൻപത്തെ ഇംഗ്ലീഷ് റൂളേഴ്സിൻ്റെ കാലഘട്ടത്തിൽ കണ്ടതാണ്. ലാൻഡ് ലോഡ്സ് ആയിക്കഴിഞ്ഞാൽ, നോബിൾ ഫാമിലിയിൽ പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ കൃത്യമായിട്ട് ടാക്സ് ഒന്നും പേ ചെയ്യൊന്നുമില്ല, അത് കിട്ടും പടയ്ക്കാം എന്നുള്ളൊരു ധാരണയാണ്. ആ ധാരണയ്ക്കൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ആരിത് ചെയ്തത്? വില്യം അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു വാങ്ങിച്ചത്. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് വില്യം ടു അസേർട്ട് ഹിസ് പവർ ഓവർ ഇംഗ്ലീഷ് ആൻഡ് നോർമൻ അരിസ്റ്റോക്രസി. ഇംഗ്ലണ്ടിലുള്ള നോർമൻസിനെതിരായിട്ടും ഇംഗ്ലീഷ് അരിസ്റ്റോക്രസി മീൻസ് പ്രഭുത്വം, പ്രഭു കുടുംബത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന പ്രാധാന്യവും അവർ യൂസ് ചെയ്യുന്ന പവറിനെയും രാജാവിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമായിരുന്നു ഓത്ത് ഓഫ് സാലിസ്ബറി. The prime aim of this oath was to affirm the power and prestige of the sovereign. Through this oath, William made, ഇനി ഇതാണ് വാട്ട് ഈസ് മീൻ ബൈ ഓത്ത് ഓഫ് സാലിസ്ബറി എന്ന് ചോദിച്ചാൽ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു ഉത്തരമാണ് പറയുന്നത്. ഓൾ ദി ലാൻഡ് ഓവിങ് മെൻ ഓഫ് പ്രോപ്പർട്ടി ഓൾ ഓവർ ഇംഗ്ലണ്ട് സ്വർ ഫെൽറ്റി ടു ഹിം. ഇംഗ്ലണ്ടിൽ ഭൂമി സംബന്ധമായ സ്വത്ത് വകകൾ കൈവശമുള്ള എല്ലാവരും രാജാവിന് വിധേയപ്പെട്ടിരിക്കണം. ഇതാണ് മലയാള പരിഭാഷ. ഇപ്പോൾ വളരെ കൃത്യമാണ്. ഇംഗ്ലണ്ടിൽ ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാൻഡ് പ്രോപ്പർട്ടി കൈവശമുള്ള എല്ലാവരും തന്നെ കിങ്ങിൻ്റെ കീഴിൽ നിൽക്കാൻ തയ്യാറാവും. The oath was demanded at a time of crisis when William faced revolt and invasion. Scholars always connect this event in relation to English feudalism. അപ്പോൾ ഇവിടെ ഈ സത്യപ്രതിജ്ഞയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, എപ്പോഴാണോ വില്യമിന് ഒരു യുദ്ധത്തിൻ്റെയോ ഒരു കലാപത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവേഷൻ, പിടിച്ചെടുക്കലിൻ്റെ സാഹചര്യത്തിൽ മിലിറ്ററിയുടെ സഹായം ആവശ്യമായിട്ട് വരുന്നോ, അപ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾ എനിക്ക് വിധേയപ്പെട്ട് നിൽക്കണം, നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലാൻഡ് പ്രോപ്പർട്ടി ഞാൻ എൻ്റെ ആയിട്ട് തിരിച്ചെടുക്കും. കാരണം എല്ലാ ലാൻഡിൻ്റെയും ഓൾ ഓവർ ഇംഗ്ലണ്ടിൻ്റെ
ഏക അധികാരി വില്യം കോൺക്കററാണ്. അപ്പം അദ്ദേഹത്തിന് അത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓത്ത് ഓഫ് സാലിസ്ബറി നടപ്പിലാക്കിയത്. Some regards this striking event as the formal introduction of feudalism in England. But W. Stubbs, through his book Constitutional History of England, denied this argument and proved that Salisbury oath was an act of homage by all nobles and aristocrats. എല്ലാ ഹിസ്റ്റോറിയൻസും, മെജോറിറ്റി ഹിസ്റ്റോറിയൻസും പറയുന്നു ശരിക്കും ഓത്ത് ഓഫ് സാലിസ്ബറി എന്ന് പറയുന്നത് ഫ്യൂഡലിസം എന്ന് പറയുന്ന സംവിധാനം, ഒരു ലാൻഡ് ലോർഡ് അയാളുടെ കീഴിൽ സാധാരണ ജനങ്ങൾ ലാൻഡ് ലോർഡ് കിങ്ങിന് വിധേയപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ, ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം ഫ്യൂഡലിസം ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ഇവിടെ W. സ്റ്റബ്സ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ദിസ് ഈസ് നോട്ട് എ പ്ലാൻഡ് അറ്റംപ്റ്റ്. അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് തെളിവുകളുണ്ട്. തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന ചില കാരണങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു ഒരിക്കലും ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിട്ട് ഫ്യൂഡലിസത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല വില്യം ഇവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഫ്യൂഡലിസത്തെ വളർത്താനായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതിൽ കൂടുതലായിട്ട്, വിച്ച് മീൻസ് അവർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ ഇവിടെ അദ്ദേഹം അവരുടെ ഉള്ള അധികാരങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഓത്ത് ഓഫ് സാലിസ്ബറി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഇതാണ്. മറ്റ് ഹിസ്റ്റോറിയൻസ് പറയുന്നത് പോലെ ഒരിക്കലും ഫ്യൂഡലിസം ഇംഗ്ലണ്ടിൽ കൊണ്ടുവരണം എന്നുള്ള താല്പര്യം ആർക്കില്ല? വില്യം കോൺക്കററിന് ഇല്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണം നമുക്ക് നോക്കാം. ത്രൂ ദിസ് ഓത്ത് ഓഫ് അലീജിയൻസ് all nobles and land owners were asked to pledge homage before William. അദ്ദേഹം പറയാണ് ഓത്ത് ഓഫ് സാലിസ്ബറിയിൽ നടപ്പിലാക്കിയ കാര്യമെന്ന് പറയുന്നത് എല്ലാ പ്രഭുക്കന്മാരും തന്നെ എന്ത് ചെയ്യണം? വില്യമിൻ്റെ മുൻപിൽ വെച്ച് സത്യം ചെയ്യണം, ഞങ്ങൾ രാജാവിന് വിധേയപ്പെട്ടുകൊള്ളാം, ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ വിഹിതം രാജാവിന് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള തരത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഓത്ത് ഓഫ് സാലിസ്ബറിയെ അത്തരത്തിൽ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ വില്യം കോൺക്കററിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്റ്റബ്സ് പറയുന്നത് ഒരു കാരണവശാലും ഇത് അരിസ്റ്റോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫ്യൂഡലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർക്ക് ഉള്ള അവകാശങ്ങളെ ഡിക്രീസ് ചെയ്യാനാണ് അത് കാരണമായത്. അപ്പം എങ്ങനെയാണ് മറ്റു ഹിസ്റ്റോറിയൻസ് പറയും പോലെ ഇത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല എന്നാണ് സ്റ്റബ്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ വാദിക്കുന്നത്. Thus, Stubbs believed that the event was a deliberate measure of William to decrease the power of landlords. അദ്ദേഹം പറയുന്നു വില്യം അറിഞ്ഞുകൊണ്ട് ചെയ്ത അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്ത ഒരു മെഷർ തന്നെയാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി അദ്ദേഹം നടപ്പിലാക്കിയത്. എന്തിനു വേണ്ടി? അദ്ദേഹം തീരുമാനിച്ചിരുന്നു നിർബന്ധമായിട്ടും ഇവരെല്ലാവരും എനിക്ക് വിധേയപ്പെട്ട് നിൽക്കണം എന്ന് അദ്ദേഹത്തിന് നേരത്തെ ഒരു ധാരണ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നടപടിക്ക് തുനിഞ്ഞത് എന്നാണ് സ്റ്റബ്സ് പറയുന്നത്. സോ ദ ഓത്ത് ബൈ ലാൻഡ് ലോർഡ്സ് വാസ് ക്ലിയർലി എ പാർട്ട് ഓഫ് ആൻറ്റി ഫ്യൂഡൽ മെഷർ ഓഫ് വില്യം ആൻഡ് ടു പ്രൊമോട്ട് ദ സെൻട്രലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എന്നിട്ട് സ്റ്റബ്സ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ, ഇത് ശരിക്കും ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ളൊരു മെഷറാണെന്നും ഒപ്പം തന്നെ ഈ മെഷറിലൂടെ വില്യം ഒരു കാര്യം ഉറപ്പിക്കുകയാണ്,
ഇനി മുതൽ ഇവിടെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ്. മുകളിൽ നിൽക്കുന്ന ഈ പറയുന്ന വില്യം കാര്യങ്ങൾ നിയന്ത്രിക്കും, ബാക്കി എല്ലാവരും അതിൻ്റെ കീഴിൽ നിൽക്കേണ്ടവരാണ്. അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ളൊരു മെഷർമെൻ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഓത്ത് ഓഫ് സാലിസ്ബറിയെ സ്റ്റബ്സ് കണക്കാക്കുന്നത്. മറ്റ് ഹിസ്റ്റോറിയൻസ് അതിനെ വേറെ ആംഗിളിലൂടെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു ആംഗിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് കാണാനുള്ളത് ഡോംസ് ഡേ ബുക്കാണ്. ഡോംസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് വില്യം നടപ്പിലാക്കിയ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള അടുത്തൊരു ആൻറ്റി ഫ്യൂഡൽ മെഷർ തന്നെയാണ്. അങ്ങനെ വേണമെന്നാണ് അതിനെ കണക്കാക്കേണ്ടത്. കാരണം അതുവരെയുള്ള രാജാക്കന്മാരുടെ ഒരു രീതി നോക്കിയാൽ കാണാം, പ്രത്യേകിച്ച് ആംഗ്ലോ സാക്സൺസിൽ നോക്കിയാൽ കാണാം, അവർക്ക് രാജാവിനോടൊരു വിധേയത്വം ഒന്നുമില്ല. രാജാവ് കുറച്ച് ലാൻഡ് ലോഡ്സിനെ തിരഞ്ഞെടുക്കുന്നു, അവർക്ക് ലാൻഡ് പതിച്ചു കൊടുക്കുന്നു, അവർ ആ ലാൻഡിൽ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്നു, അവരുടെ സൗകര്യത്തിന് അത് ഭരിക്കുന്നു. അതേസമയം ഇവിടെ ഡോംസ് ഡേ ബുക്ക് കടന്നു വന്നതോടുകൂടി ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എത്ര റീജിയൻ ഉണ്ട്, 13,418 റീജിയൻ. അപ്പം അത്രയും ടെനന്റ് ഇൻ ചീഫ് ഉണ്ട്. ഓരോ ടെനന്റും എനിക്ക് എത്ര രൂപ വെച്ച് ഹോമേജ് പേ ചെയ്യണം, ഏതൊക്കെ മാസങ്ങളിൽ അവർ പേയ്മെന്റ് നടത്തി, ഏതൊക്കെ മാസങ്ങളിൽ ഇനി പേയ്മെന്റ് ചെയ്യാനുണ്ട്, ഇത്തരം കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള വിശകലനമാണ് ഡോംസ് ഡേ ബുക്ക്. അവിടെ ബ്രാക്കറ്റിൽ ഡൂംസ് ഡേ ബുക്ക് എന്നും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഡൂംസ് ഡേ ബുക്ക് എന്നാണ്. രണ്ടും ശരിയാണ്. DOMESDAY അഥവാ DOOMSDAY രണ്ടും ശരിയാണ്. ഡോംസ് എന്നും വായിക്കാം, ഡൂംസ് എന്നും വായിക്കാം. അത് ഓൾഡ് ഇംഗ്ലീഷിൽ വരുന്ന പ്രൊനൗൺസിയേഷൻ്റെയും ഇപ്പോഴത്തെ ഇംഗ്ലീഷിലുള്ള വ്യത്യാസവും തമ്മിലുള്ള അന്തരം കൊണ്ടാണ് അത്തരത്തിലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഡൂംസ് എന്ന് വിളിച്ചാലും ഡോംസ് എന്ന് വിളിച്ചാലും രണ്ടും സെയിമാണ്. എന്താണ് അതിൻ്റെ കാര്യം, അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള കണ്ടന്റ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡോംസ് ഡേ ബുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. Dom's Day Book is a manuscript record of the great survey of much part of England, completed in 1086 by order of William the Conqueror. വില്യം കോൺകററിൻ്റെ നിർദ്ദേശപ്രകാരം സെയിം ഇയറിൽ തന്നെ 1086 നടപ്പിലാക്കിയ ഒരു സർവേ ആണ് ഡോംസ് ഡേ ബുക്ക് എന്നറിയപ്പെടുന്നത്. നമ്മൾ സെൻസസ് ഒക്കെ നടപ്പിലാക്കുന്നത് പോലെ തന്നെ എന്തിനു വേണ്ടി ഡോംസ് ഡേ ബുക്ക് എന്ന് പറയുന്ന ഈ സർവേ നടപ്പിലാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ വില്യം കാലൈസ്. വില്യം കാലൈസ് എന്ന് പറയുന്നത് അക്കാലത്തൊരു ലോയറാണ്, എ ഫ്രഞ്ച് ലോയർ. അദ്ദേഹമാണ് ഈ ഡോംസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്തത്. അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ മാനുസ്ക്രിപ്റ്റ് മീൻസ് ഹാൻഡ് റിട്ടൺ കോപ്പി. അപ്പം ഇത്രയും 13,418 ആളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ ഓരോ മാസത്തെയും വരവ് കണക്കാക്കി ആർക്കൊക്കെ ഡ്യൂ നിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഡ്യൂ അടയ്ക്കാനായിട്ട് അവരെ ഓർമ്മിപ്പിക്കുന്ന ഈ ഹാൻഡ് റിട്ടൺ ബുക്ക് തയ്യാറാക്കിയത് വില്യം കാലൈസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലോയറാണ്. ദ പർപ്പസ് ഓഫ് വില്യം to conduct such a huge census was to strengthen his hold on the feudal lords and their subordinates. William wanted to raise taxes to pay for his army and to meet the administrative expenses. എന്തിനു വേണ്ടി വില്യം ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഫ്യൂഡലിസത്തിനെതിരെ അല്ലെങ്കിൽ ഫ്യൂഡൽ ലോഡ്സിനെതിരെ ശക്തമായിട്ടുള്ളൊരു കൺട്രോളിങ് പവർ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്
മെയിനായിട്ടും വില്യം ഇത്തരത്തിലൊരു പുസ്തകം ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലാൻഡ് ലോഡ്സും അവരുടെ സബോർഡിനേറ്റ്സും ഇദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലാണെന്നും ഒപ്പം തന്നെ മിലിറ്ററിയും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകളും എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ടാക്സ് കളക്ഷൻ അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. So he conducted a survey to assess the wealth and assets of his subjects throughout the land. This survey was also needed to assess the economic condition of his subjects. The result was Domesday Book contains records for 13,418 settlements in English counties south of the River Ribble and Tees. 13,000-ഓളം സെറ്റിൽമെൻറ്റ്സ് എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്? ഇംഗ്ലീഷ് കൗണ്ടീസ് ഉണ്ട്. റിബിളിൻ്റെയും ടീസിൻ്റെയും തീരപ്രദേശങ്ങളായിട്ട് 13,418 എണ്ണം ഉണ്ടെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പം ഇത്രയും വലിയൊരു സംഖ്യ ഉണ്ട് എന്ന് കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ ഒരു സെൻസസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സർവേ ആണ്. അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? അദ്ദേഹത്തിന് കണക്ക് കൂട്ടാം, എനിക്ക് എത്ര വരുമാനം കൃത്യമായിട്ട് കിട്ടാനുണ്ട്, ആ വരുമാനത്തിൽ നിന്ന് ഞാൻ എത്ര രൂപ ചെലവഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര രൂപ എനിക്ക് നീക്കിയിരിപ്പുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു സർവേ നടപ്പിലാക്കുന്നതും അതിലൂടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജനങ്ങളുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെന്നും അതിൽ എത്ര വിഹിതം ഞാൻ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ കഴിയുമെന്നും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഡോംസ്ഡേ ബുക്ക് അദ്ദേഹം തയ്യാറാക്കിച്ചത്. The book served two purposes, fiscal and political. Politically, it helped William first make himself supreme. രണ്ട് രീതിയിൽ ഇത് സഹായിച്ചു. ഒന്ന് ഫിസ്ക്കലാണ്, മറ്റൊന്ന് പൊളിറ്റിക്കലാണ്. പൊളിറ്റിക്കലായിട്ടുള്ള കാരണം നമുക്കറിയാം. ഈ ഡോംസ്ഡേ ബുക്ക് പ്രകാരം എല്ലാവരുടെയും സെറ്റിൽമെൻറ്റ്സ് എത്രയുണ്ടെന്ന് കണക്കാക്കി, ടെനൻ്റ് ഇൻ ചീഫ്മാർ എത്ര പേര് വില്യമിൻ്റെ കീഴിൽ വരുമെന്ന് കണക്കിലാക്കി അവരെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ നിലനിർത്തുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുപ്രീമസി, ഒരു അപ്പർ ഹാൻഡ് പൊളിറ്റിക്കലായിട്ട് നേടിയെടുക്കാൻ ആർക്ക് സാധിക്കും? വില്യം ഫസ്റ്റിന് സാധിക്കും. രണ്ടാമത് ഫിസ്ക്കലായിട്ടുള്ള ലാഭം എന്ന് പറയുന്നത്, അറ്റ് ദ സെയിം ടൈം the survey helped the king to ascertain the tax that was due to him from every landlords in his realm. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏതൊക്കെ ലാൻഡ് ലോഡ്സ് ആണ് മുടക്ക് വരുത്തിയിട്ടുള്ളത്? എന്തിലും മുടക്ക്? അദ്ദേഹത്തിന് ടാക്സ് പേ ചെയ്യണമല്ലോ വില്യം ഫസ്റ്റിന്. ആ ടാക്സ് പേയ്മെൻറ്റിൽ മുടക്കം വരുത്തിയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള സർവേ ആണ് അദ്ദേഹത്തിന് ഇത് ഹെൽപ്പ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയാണെന്നും അതിലിനി എത്ര കിട്ടി, എത്ര കിട്ടാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു കണക്ക് അദ്ദേഹത്തിന് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. Assessment of the tax of his kingdom was based on the finds of surveyors. The information in survey was collected by royal commissioners who were sent out around England. അപ്പോൾ ഇവിടെ റോയൽ കമ്മീഷണേഴ്സ് എന്ന പേരിൽ ഒരു വിഭാഗം ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അയക്കും. അവരാണ് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വില്യമിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നത്. Who were sent out around England, these royal commissioners carried with a set of questions and put these to a jury of representatives from each county. This fascinating document gives a valuable insight into the land use at the time, the life of local landowners,
and even disputes between neighbors. അപ്പോൾ ഇത്തരത്തിൽ കമ്മീഷണേഴ്സിനെ അറേഞ്ച് ചെയ്ത് അവർ വെറുതെ പോയിട്ട് ടാക്സ് കളക്ട് ചെയ്യല്ല, അവരൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും. ആ ക്വസ്റ്റ്യൻസ് പ്രകാരം ഈ ഓരോ കൗണ്ടിയിലും ചെന്ന് അവിടുത്തെ ആളുകളുമായിട്ട് ഈ സർവേ, ഈ ക്വസ്റ്റ്യൻസ് കൊടുത്ത് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തും. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താനും, ഒപ്പം തന്നെ അടുത്തടുത്തുള്ള ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള കൗണ്ടികൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാനുമുള്ള ഒരു വേദിയായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, ഈ പറയുന്ന ലോക്കൽ ഈ റോയൽ കമ്മീഷണേഴ്സ് നടത്തുന്ന ഈ സർവേയെ കണക്കാക്കും. The Domesday Book consists of 2 volumes. Volume 1, known as Great Domesday, it contains the final summarized record of all counties surveyed except Essex, Norfolk and Suffolk. Volume 1 gives detail about a roll of holders of land in each county, list of the feudal manors with names of their holders from 1066 until 1086. അപ്പോൾ ഫസ്റ്റ് വോളിയത്തിന് വിളിക്കുന്ന പേര് ഗ്രേറ്റ് ഡോംസ്ഡേ ബുക്ക് എന്നാണ്. ഗ്രേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തു നിന്നുമുള്ള കൗണ്ടീസിൻ്റെ എണ്ണവും 3 കൗണ്ടീസിനെ മാറ്റി നിർത്തും: ഇസെക്സ്, നോർഫോക്ക് ആൻഡ് സഫോക്ക്. ഈ 3 ഒഴിച്ച് ബാക്കി എല്ലാ കൗണ്ടീസിലുമുള്ള ഫൈനൽ ലിസ്റ്റാണ് ഗ്രേറ്റ് ഡേ ബുക്ക് എന്ന് പറയുന്ന ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് വോളിയത്തിലുള്ളത്. ഇതിൽ 1066 മുതൽ 1056 വരെയുള്ള കാലഘട്ടത്തിൽ ലാൻഡ് ഹോൾഡേഴ്സ് ആയിട്ട് വന്ന എല്ലാ ഫ്യൂഡൽ മാനേഴ്സിൻ്റെയും ലിസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലവിംഗ്, കപ്പാസിറ്റി ഓഫ് ദ ലാൻഡ്, നമ്പർ ഓഫ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ദെയർ മിൽസ്, ഫിഷ് പോണ്ട്സ് ആൻഡ് അതർ എമ്യൂണിറ്റീസ്. അപ്പോൾ ഇവിടെ ലാൻഡ് ലോഡ്സ് എത്രയുണ്ട്, അവർക്ക് എത്ര ലാൻഡ് ഏരിയ ഉണ്ടെന്ന് മാത്രമല്ല കണക്കാക്കുന്നത്, ആ ഒരു ലാൻഡ് ഏരിയയിൽ എത്ര പണിക്കാരുണ്ട്, അവർക്കൊക്കെ ജോലി ചെയ്യാനുള്ള ലാൻഡ് ഉണ്ടോ, അവർക്ക് ഫിഷിങ് നടത്താനുള്ള പോണ്ടുകളുണ്ടോ, കുളങ്ങളുണ്ടോ, ഇവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് റിസീവ് ചെയ്യാൻ പറ്റിയ മില്ലുകളുണ്ടോ, ഇത്തരത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടോ എന്ന് കണക്കാക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ ഡോംസ്ഡേ ബുക്കിലൂടെ വില്യം ഫസ്റ്റ് നിറവേറ്റിയെടുത്തു. In short, there was no single hide nor a yard of land, nor indeed one ox, nor one cow, nor one pig, which was left out in Domesday Book. Domesday ബുക്കിൽ പെടാത്ത ഒരു പീസ് ഓഫ് ലാൻഡോ, ഒരു പശുവോ, ഒരു കാളയോ, ഒരു പന്നിക്കുട്ടിയോ ഒന്നൊന്നുമില്ല. കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം സെൻസേർഡാണ്, എല്ലാം ലിസ്റ്റഡാണ്. അത്രയും കൃത്യമായിട്ടാണ് ഡോംസ്ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Then volume 2 is known as Little Domesday, contains the detailed survey of the counties of Essex, Norfolk and Suffolk. നേരത്തെ നീക്കി വെച്ച 3 ആളെക്കുറിച്ച് ഉള്ള പഠനമാണ് ലിറ്റിൽ ഡോംസ്ഡേ എന്ന പേരിൽ സെക്കൻഡ് വോളിയമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വോളിയത്തിൽ ബാക്കി എല്ലാവരും ഉൾപ്പെടുത്തി, ഈ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിറ്റിൽ ഡോംസ്ഡേ എന്ന പേരിൽ രണ്ടാമതൊരു ഡോംസ്ഡേ ബുക്ക് കൂടി പ്രിപ്പയർ ചെയ്തു. For most English villages and towns, Domesday is the starting point of their history. For historians of Anglo-Norman England, the survey is of immeasurable importance. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ടാണ് ഈ ഡോംസ്ഡേ ബുക്കിനെ കണക്കാക്കുന്നത്. ആംഗ്ലോ സാക്സൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സർവേക്ക് കിട്ടിയിട്ടുള്ള പ്രാധാന്യം അളവറ്റ പ്രാധാന്യമാണ്. കാരണം അത്ര ഇമ്പോർട്ടൻസ് ആണ് അവരതിന് കൊടുക്കുന്നത്. ഇറ്റ് അക്വേർഡ് ദ നെയിം ഡോംസ്ഡേ ബുക്ക് because of huge amount of information that was contained in it
and compared to the last judgment or Domesday described in the Bible. എങ്ങനെയാണ് ഡോംസ്ഡേ ബുക്ക് എന്ന പേര് കിട്ടിയതെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അവസാന വിധി എന്ന് പറയുന്ന ഒന്ന് ക്രിസ്ത്യൻ ബിലീഫിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. ലോകാവസാനത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയും നന്മ ചെയ്തവർ ദൈവത്തിൻ്റെ വലതുഭാഗത്തും തിന്മ ചെയ്തവർ ദൈവത്തിൻ്റെ ഇടതുഭാഗത്തും നിർത്തുകയും ശിക്ഷാവിധിക്ക് പാത്രമാക്കുകയും ചെയ്യുമെന്നാണ് ബൈബിൾ അവകാശപ്പെടുന്നത്. അതിനെയാണ് ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന വാക്കിൽ നിന്നാണ് ഡൂംസ് ഡേ അഥവാ ഡോംസ് ഡേ എന്നുള്ള പദം കിട്ടിയത്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേ എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഡൂംസ് ഡേ. ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ബൈബിൾ, കറൻ്റ്ലി ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ സ്പെഷ്യലി മെയ്ഡ് ചെസ്റ്റ് അറ്റ് ലണ്ടൻസ് പബ്ലിക് റെക്കോർഡ് ഓഫീസ്, ക്യൂ, ലണ്ടൻ. ലണ്ടനിലെ പബ്ലിക് ലൈബ്രറിയിൽ റെക്കോർഡ് ഓഫീസിൽ, ലൈബ്രറിയിലല്ല റെക്കോർഡ് ഓഫീസിൽ ഇന്നും അത് വളരെ പ്രത്യേകമായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ചരിത്ര രേഖകളാണ്. അതൊന്നും വളരെ എല്ലാവർക്കും വായിച്ചു നോക്കാവുന്ന, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏൾ ആൻഡ് ഏൾഡോം. ഒരു ഏളുണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഡ്യൂക്ക് എന്ന് വിളിക്കുന്ന ആളുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അയാളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു വിഭാഗത്തിന്, ആ ഒരു ഏരിയയാണ് ഏൾഡോം എന്ന് വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രാധാന്യം, എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ 1 അവസാനിക്കുക. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഏൾ ആൻഡ് ഏൾഡോം. ദ നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് introduced the Frankish title of Count into England. This little soon identified with the previous title Anglo-Saxon Earl in England. An Earl is a member of the nobility. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കൗണ്ടി അഥവാ കൗണ്ട് എന്നുള്ള പദം കടന്നു വരുന്നതിൻ്റെ കാരണം ഫ്രഞ്ച് വേർഡാണ് കൗണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് അതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന പേരാണ് ഏൾ. ഏൾ എന്ന പദമാണ് ഇംഗ്ലണ്ട് ഉപയോഗിച്ചിരുന്നത്. കൗണ്ടിക്ക് തുല്യമായിട്ടുള്ള അതേ പദം തന്നെ. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏൾ എന്ന് വെച്ചാൽ ഒരു കൗണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ലാൻഡ് ഏരിയയെ അവർ വിളിക്കുന്ന പേരാണ്. ആൻഡ് ഏൾ ഈസ് എ മെമ്പർ ഓഫ് ദ നൊബിലിറ്റി. അപ്പോൾ ഒരു ഏൾ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ കീഴിൽ ഒരു ചെറിയൊരു കൗണ്ടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാൻഡ് ഏരിയ ഉണ്ടായിരിക്കും. ഈ ഇദ്ദേഹം, ഈ പറയുന്ന വ്യക്തി എന്തായിരിക്കും? മെമ്പർ ഓഫ് നൊബിലിറ്റി. അദ്ദേഹം പ്രഭു കുടുംബത്തിൽ പെട്ട അല്ലെങ്കിൽ പ്രഭു കുടുംബത്തിലെ ഒരു അംഗമായിരിക്കാനാണ് കൂടുതലും സാധ്യതയുള്ളത്. അപ്പം അദ്ദേഹം പ്രഭു കുടുംബത്തിലെ അംഗമാകുമ്പോഴുള്ള മെച്ചം എന്താ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏൾ എന്നുള്ള പദവി കിട്ടുന്നത്. ഏൾ എന്ന് വെച്ചാൽ പ്രഭു എന്നാണ് അർത്ഥം. നമ്മൾ ഈ ലോർഡ് എന്ന് വിളിക്കുന്ന അതേ പദത്തിന് തുല്യമായിട്ടുള്ള പദം. ദിസ് ലിറ്റിൽ ഒറിജിനേറ്റഡ് ഫ്രം ദി ഓൾഡ് ഇംഗ്ലീഷ് ഇയോൾ മീൻസ് എ മാൻ ഓഫ് ദി നോബിൾ ബർത്ത് ഓർ റാങ്ക്. ഇയോൾ പുതിയൊരു പദം പരിചയപ്പെടുത്തുകയാണ്. EORL, ഇയോൾ. ഈ ഇയോൾ എന്ന പദമായാലും ഏൾ എന്നുള്ള പദമായാലും സെയിം അർത്ഥം തന്നെയാണ്. മെമ്പർ ഓഫ് ദ നൊബിലിറ്റി. നോബിൾ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നോബിൾ ഫാമിലിയിൽ ജനിച്ച വ്യക്തി എന്നുള്ള അർത്ഥമാണ് ഏൾ എന്നുള്ള പദത്തിന് ആൻഷ്യൻ ഇംഗ്ലണ്ടിൽ, ഓൾഡ് ഇംഗ്ലീഷിൽ കണക്കാക്കിയിരുന്നു. In Anglo-Saxon England, earls had authority over their own region and right to judgment in provincial court as delegated by the king. അപ്പോൾ ഈ ഏൾസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്, ഇവരുടെ കീഴിലുള്ള ഈ കൗണ്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നീതിന്യായ വ്യവസ്ഥിതി നടപ്പിലാക്കേണ്ട സാഹചര്യം വന്നാൽ കിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന രീതി പ്രകാരം ഇദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് തീരുമാനത്തിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക.
The earls collected fines and taxes and in return received a third penny, 1/3 of the money they collected. അപ്പോൾ ഈ ഏൾസിനെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് രാജാവിന് വേണ്ടി ഫൈൻ ഈടാക്കുന്നത്, ഇവരാണ് രാജാവിന് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും? കളക്ട് ചെയ്യുന്ന ടാക്സ് ഇപ്പോൾ 1000 രൂപയാണ് ടോട്ടൽ കളക്ഷൻ എങ്കിൽ ഇവരെന്ത് ചെയ്യും? 1/3 ഇവർക്കുള്ളതാണ്, ഏൾസിനുള്ളതാണ്. അപ്പോൾ 333 നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. 333 ഇവർക്ക് എടുക്കാം, ബാക്കി 667 രൂപ രാജാവിന് കൊടുക്കണം. അതാണ് ഇവരും രാജാവും തമ്മിലുള്ള എഗ്രിമെൻ്റ്. ഏളിന് പൈസ കിട്ടാനുള്ളൊരു മാർഗമാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം ടാക്സ് കളക്ട് ചെയ്യുന്നു, രാജാവിന് വേണ്ടി ഫൈൻസ് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുന്നതിൻ്റെ 1/3 ഓഫ് ടോട്ടൽ റവന്യൂ ഇവർക്കുള്ളതാണ്. അപ്പോൾ ഈ 333 ഇവർക്ക് എടുക്കാം, 1667 രാജാവിനെ ഏൽപ്പിക്കണം. ഞാനൊരു ഊഹത്തിന് വേണ്ടിയിട്ടൊരു കണക്ക് നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ പറഞ്ഞാണ്. ഇനി 1000 333 ഒന്നും എഴുതി വയ്ക്കാൻ നിൽക്കണ്ട. In war times, earls led the king's army. During this period, some shires were grouped together into larger units known as earldom. അപ്പോൾ ഈ ഏൾസിന് വേറൊരു ഡ്യൂട്ടി കൂടിയുണ്ട്, രാജാവിൻ്റെ ആർമിയെ നിയന്ത്രിക്കണം. എപ്പോൾ? യുദ്ധത്തിൻ്റെ സമയത്ത്. അപ്പോൾ ഈ ഏൾസ് കുറേ പേര് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഏൾഡോം അല്ലെങ്കിൽ കൗണ്ടി അനാഥമായി കെടുക്കപ്പെടും. അങ്ങനെ അനാഥമാക്കുന്ന ഓരോ ഷിർനെയും, ഷിർസ് എന്നവർ വിളിച്ചിരുന്നതാണ് മുൻപ്, ഓരോ ഷിർനെയും കൂട്ടിച്ചേർത്ത് 1 or 2 ഷിറാക്കി മാറ്റും. ഇപ്പോൾ 1 2 3 4 4 കൗണ്ടി ഷിർസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിലെ 4 കൂട്ടിച്ചേർത്ത് ഒരു സിംഗിൾ ഹെഡാക്കി മാറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഏൾഡോം. ഒന്നിൽ കൂടുതൽ ഏളുകൾ കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഷിർസ് കൂട്ടിച്ചേർത്ത ലാൻഡ് ഏരിയയെ വിളിക്കുന്ന പേരാണ് ഏൾഡോം. ദി ഏൾഡോംസ് were headed by ealdor man or earl. ഏൾ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏൾഡോർ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഈ ഏൾഡോമിനെ നിയന്ത്രിക്കും. അപ്പോൾ ഇപ്പോൾ ഈ 4 ഷിറിലും കൂടിയിട്ട് 4 ഏൾസ് ഉണ്ടായിരിക്കും. 3 പേര് യുദ്ധത്തിന് പോയേക്കാണെങ്കിൽ ബാക്കി ഒരാളെ ബാക്കി ഉണ്ടാവുള്ളൂ. ആ ഒരാൾ ഈ ഏൾഡോമിലെ കാര്യങ്ങൾ തീരുമാനിക്കും. അണ്ടർ ആംഗ്ലോ സാക്സൺ കിങ് എഡ്വേർഡ് ദ കൺഫസർ, ഇമ്പോർട്ടൻറ്റ് ഏൾഡോംസ് ലൈക്ക് Wessex, Mercia, East Anglia and Northumbria were much larger reputed one. Earls originally functioned essentially as royal governors. ഈ ഏൾസിനെ സംബന്ധിച്ചിടത്തോളം റോയൽ ഗവർണർ എന്ന് പറയുന്ന പദവിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ് അവർക്ക് കിട്ടിയിരുന്നത്. ഈ ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സൺ പീരീഡിലെ അവസാനത്തെ രാജാവായിരുന്ന എഡ്വേർഡ് ദ കൺഫസർ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 3-4 സ്ഥലങ്ങളാണ്. ഒന്ന് വെസക്സ്, രണ്ടാമത്തത് മെർസിയ, ഈസ്റ്റ് ആംഗ്ലിയ, നോർത്തുംബ്രിയ. ഇത്രയും സ്ഥലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. ആഫ്റ്റർ ദി നോർമൻ കോൺക്വസ്റ്റ്, വില്യം മോഡിഫൈഡ് ദ ട്രഡീഷണൽ സിസ്റ്റം അക്കോർഡിംഗ് ടു ഹിസ് ഓൺ ലൈക്കിംഗ്സ്. He made some restrictions to the power of earls and earldom. Most old earldoms disappeared and new ones created, such as Hereford, Shropshire and Chester. The power and regional jurisdiction were minimized. അപ്പോൾ പണ്ട് കാലത്ത് ആംഗ്ലോ സാക്സൺ പീരീഡിലാണ് ഏൾസിനും ഏൾഡോംസിനൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. നോർമൻ കോൺക്വസ്റ്റോട് കൂടി, വില്യം കടന്നു വന്നതോടുകൂടി ഇതിനെല്ലാത്തിനെയും ചുരുക്കി ചെറുതാക്കി ഇതിൻ്റെ അധികാരങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? വില്യമിന് സൂപ്പർ പവറായിട്ട് മാറാൻ വേണ്ടിയിട്ട്. നോർമൻ കിങ് സ്റ്റീഫൻ ഹെൻറിക്ക് ശേഷം വില്യമിന് ശേഷം വന്ന ആളാണ്. ഇൻക്രീസ്ഡ് ദ നമ്പർ ഓഫ് ഏൾസ് ടു റിവാർഡ് ദോസ് ലോയൽ ടു ഹിം ഇൻ ദി ബാക്ക്ഡ്രോപ്പ് ഓഫ് ആൻ ഇന്റേണൽ വാർ വിത്ത് ഹിസ് കസിൻ. സ്റ്റീഫൻ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഉണ്ടായിരുന്ന ഏൾഡോംസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയും? അദ്ദേഹത്തിൻ്റെ കസിൻസുമായിട്ട് നിരന്തരം യുദ്ധത്തിലായിരുന്നു.
അധികാരത്തിൻ്റെ പേരിലുള്ള തർക്കം നിലനിൽക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഓരോ ഏൾസ് പതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ പറയുന്ന ഏൾ ഡോംസിൻ്റെ അല്ലെങ്കിൽ ഏൾസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആദ്യം 10 ഉണ്ടായിരുന്നതെങ്കിൽ സ്റ്റീഫൻ വന്നതോടുകൂടി അത് 20 ഉയർത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 20 ആൾക്ക് അത് വിതരണം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർക്കൊക്കെ റോയൽ ഗവർണേഴ്സ് എന്നുള്ള പദവിയിൽ അധികാരത്തിലിരിക്കാനായിട്ട് പറ്റും. ഹി ഗേവ് സം ഏൾസ് ദ റൈറ്റ് ടു ഹോൾഡ് റോയൽ കാസിൽ ഓർ ടു കൺട്രോൾ ദ ഷെറീഫ്. ഷിർസിൻ്റെ അധിപന്മാരായിട്ടുള്ള ഷെറീഫുമാരെ ഭരിക്കാനുള്ള അധികാരം വരെ അദ്ദേഹം ആർക്ക് കൊടുത്തു? ഈ പറയുന്ന ഏൾ ഡോംസിനെ ഏൽപ്പിച്ചു കൊടുത്തു. ബൈ ദ എൻഡ് ഓഫ് സ്റ്റീഫൻസ് റൂൾ some earls held court of their own and even minted their own coins. അപ്പോൾ സ്റ്റീഫൻ്റെ കാലഘട്ടം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ഏൾസ് അവരുടേതായിട്ടുള്ള കൊട്ടാരങ്ങൾ, അവരുടേതായിട്ടുള്ള കോർട്ട്, അവരുടേതായിട്ടുള്ള കോയിൻസ് വരെ അടിച്ചിറക്കി അവർ ലൈക്ക് എ കിങ് എന്നുള്ള രീതിയിൽ തന്നെ ഭരണം കൊണ്ടുപോകാൻ തുടങ്ങി. ബട്ട് ഹെൻറി സെക്കൻഡ്, അടുത്ത രാജാവ് വന്നു. സ്റ്റീഫന് ശേഷം ഹെൻറി സെക്കൻഡ് വന്നു. curtailed the power of earls and earldoms. ഏൾസിൻ്റെയും ഏൾ ഡോമുകളുടെയും പദവി വളരെയധികം വെട്ടിക്കുറച്ചു. നോ ഏൾസ് വാസ് അലൗഡ് ടു റിമൈൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് റോയൽ കൺട്രോൾ. റോയൽ കൺട്രോളിൽ നിന്ന് മാറി സ്വന്തമായിട്ട് കാസിൽ നിർമ്മിച്ച് സ്വന്തമായിട്ട് കോർട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് കോയിൻ അടിച്ചിറക്കിയിട്ടുള്ള പരിപാടികളൊന്നും നടക്കില്ല. എല്ലാവരും കിങ്ങിൻ്റെ കീഴിൽ തന്നെ. വില്യമിൻ്റെ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ഹെൻറി സെക്കൻഡിനും. Following are some of the important earldoms during the Norman period. നോർമൻ പീരീഡിൽ ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ചില പ്രധാനപ്പെട്ട ഏൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈസ്റ്റ് ആംഗ്ലിയ, ഹെർഫോർഡ്, കെന്റ്, നോർത്തുംബ്രിയ, കോൺവാൾ, ഡോർസെറ്റ്, ചെസ്റ്റർ, ഷ്രൂസ്ബറി, സുറേ, ഗ്ലൊസെസ്റ്റർ ആൻഡ് ബക്കിംഗ്ഹാം. അപ്പോൾ ഇത്രയും കൗണ്ടികളാണ് പിന്നീട് ഏൾസാണ് പിന്നീട് നിലനിന്നത് ഹെൻറി സെക്കൻഡ് വന്നതോടുകൂടി. സ്റ്റീഫൻ്റെ സമയത്ത് അത് ഒരുപാട് കൂട്ടുകയാണ് ചെയ്തത്, കുറയ്ക്കല്ല അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മിഡീവൽ സൊസൈറ്റിയിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ആൻഷ്യൻ സൊസൈറ്റിയിൽ നിന്ന് അടുത്തൊരു ഗ്രൂപ്പിലേക്ക് കടക്കാനാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പോകുന്നത്. മിഡീവൽ സോഷ്യൽ ഫോർമേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.